വൽമർഅതു ബാതത് വസൗജുഹാ അലൈഹാ സാഖിതുൻ. ഒരു ഭാര്യ അവൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭർത്താവ് അവളോട് കോപിഷ്ഠനാണ്. അവളുടെ നമസ്കാരവും ഇബാദത്തും ആകാശത്തിലേക്ക് ഉയരുകയില്ല. ചില ഭാര്യയും ഭർത്താക്കന്മാരും വഴക്കുണ്ടാകുമ്പോൾ പെണ്ണുങ്ങൾ ഓർക്കണം, രാത്രി മിണ്ടൂല. ഇക്കായോട് തിരിഞ്ഞൊരു കടത്തെ അങ്ങോട്ട് മാറി ഒരു കടത്തെ, ഇയാൾ ഇപ്പുറത്തോട്ട് മിണ്ടാണ്ട് മാറി കിടക്കും. ശരി, രാത്രി തൊണ്ട വെള്ളം കിട്ടാതെ ഉണങ്ങുന്നു, വെള്ളം ചോദിക്കാൻ വേണ്ടി ഖദീജ ഖദീജ എന്ന് വിളിച്ച വേണമെങ്കിൽ എടുത്തു കൂടി മനുഷ്യ ഇയാൾക്കിപ്പോൾ വെള്ളം ഇത്ര നാൾ ഇയാൾക്ക് വെള്ളം തന്നിട്ട് വല്ല ഫായിദയുണ്ടോ? നടക്കുന്നു, ഒടിച്ചു പോയില്ല. ഈ പെണ്ണിനെ എത്ര നിസ്കരിച്ചാലും അകത്തോട്ട് ആകാശത്തോട്ട് ഉയരൂല. നമ്മൾ ഓർക്കണം, ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലൊക്കെ രാത്രിയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായ സലാം പറഞ്ഞ് സലാം കൊടുത്തേക്കണം. അല്ലെങ്കിൽ ഒക്കെ രാത്രി എങ്ങാനും മരിച്ചുപോയ നഊദുബില്ലാ, അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. ഇക്കാടെ പൊരുത്തമില്ലാതെ ഭാര്യ മരിച്ചു പോയാൽ അവൾ നരകത്തിലാണ്. നഊദുബില്ലാ, അല്ലാഹു നമ്മുടെ ഭാര്യമാരെ കാത്തിരക്ഷിക്കട്ടെ. ഭർത്താവും ഭാര്യയും തമ്മിൽ ഏറ്റവും കൂടുതൽ പൊരുത്തം വാങ്ങേണ്ടത് ആരാ? ഭാര്യയാണ് പൊരുത്തം വാങ്ങേണ്ടത്, ഭർത്താവല്ല. കൂടുതൽ ഹക്ക് അവളാണ് നമ്മളോട് ഇങ്ങോട്ട് പൊരുത്തം ചോദിക്കേണ്ടത്, നമ്മളല്ല. അതാണ് ഇസ്ലാമിക നിയമം. ഇസ്ലാമിക നിയമം അങ്ങനെയാണ്. ഒരു ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഒരു ഭാര്യ മരിക്കും, ഭാര്യ ആ ഭർത്താവിൽ പൂർണ്ണ തൃപ്തയാണ്. ഭർത്താവിനും ആ ഭാര്യയോട് പൂർണ്ണ തൃപ്തിയാണെങ്കിൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്താകാൻ അടുത്ത് കിടക്കുന്ന സമയം ഖദീജ ബീവിയുടെ രോഗം മൂർച്ഛിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ അരികിലേക്ക് വിളിക്കുകയാണ്. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ 25 വർഷമായി അല്ലാഹുവിന്റെ റസൂലുമായി ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് ബീവി ഖദീജ. ആ ഖദീജ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. അവർക്കിടയിൽ ഒരു വിഷമമുണ്ടോ? അവർക്കിടയിൽ ഒരു വിഷമമില്ല, ഒരു ദേഷ്യമില്ല, ഒരു വിദ്വേഷമില്ല, ഒരു പ്രശ്നമില്ല, വഴക്കില്ല, ഒന്നുമില്ല. 25 വർഷം ഖദീജ റളിയല്ലാഹു തആല അൻഹ 40ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. 65ാമത്തെ വയസ്സിൽ ഖദീജ ബീവി ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. ആ സമയത്ത് നബി തങ്ങളെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇസ്മാ വസായ. നബിയേ, എന്റെ ഈ അവസാന നിമിഷത്തിൽ എനിക്ക് അങ്ങയോട് ചില വസിയത്തുകൾ ചെയ്യാനുണ്ട്. എന്റെ വസിയത്തുകളൊന്ന് കേൾക്കണേ നബിയേ. ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ചോദിക്കുകയാണ്, പറയൂ ഖദീജ, എന്താണ് നിന്റെ ആവശ്യം എന്തെന്ന് പറയൂ ഖദീജ. ഖദീജ റളിയല്ലാഹു തആല അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി ഖാസിറൻ ഫി ഹഖ്ഖിക യാ റസൂലല്ലാഹ് ഫഅഫുനി. നബിയേ, 25 വർഷ കാലയളവ് അങ്ങയോടൊപ്പം ദാമ്പത്യ ജീവിതം നയിച്ച ഞാൻ ഒരുപാട് ന്യൂനതകൾ അങ്ങേക്ക് വരുത്തി വെച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് കടന്നു വന്നപ്പോൾ അങ്ങയോടുള്ള അദബും മര്യാദയും പാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങയോടുള്ള കടമകൾ നിറവേറ്റാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇന്നി ഖാസിറുൻ ഫീ ഹഖിക, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയോടുള്ള കടമകളിൽ ഒരുപാട് അപാകതകൾ വരുത്തിയവളാണ് ഈ ഖദീജ. അതുകൊണ്ട് ഫഅഫുനി യാ റസൂലല്ലാഹ്, എനിക്ക് മാപ്പ് നൽകണേ നബിയേ, എനിക്ക് മാപ്പ് നൽകണേ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി പൊരുത്തം വാങ്ങാൻ. സഹോദരിമാരെ മനസ്സിലാക്കിക്കോ, ഇക്കമാരോടൊക്കെ പൊരുത്തം ചോദിച്ചു എപ്പോഴും അടിച്ചു പോകുന്നതെന്ന് അറിയില്ല സംഭവം. അള്ളാഹു പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. പൊരുത്തം വാങ്ങണം. പെണ്ണാണ് കുറച്ച് താഴേണ്ടത്. അവൾ നമ്മളെ ചീത്ത വിളിച്ചാലും നമ്മൾ അവളെ ചീത്ത വിളിച്ചാലും താഴേണ്ടതാര പെണ്ണാണ്. അതാണ് ഹദീസ്. നബി തങ്ങൾ പറഞ്ഞത്, നിസാഉകും മിൻ അഹ്ലിൽ ജന്ന, നിങ്ങളിൽ സ്വർഗ്ഗ സ്ത്രീകൾ ആരെന്ന് പറയട്ടെയോ. അൽ വദൂദ്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണാണ്. എങ്ങനെയുള്ള സ്നേഹം? അല്ലത്തി ഇദാ ആദത് ഔദിത്, അവൾ ഭർത്താവിനെ വേദനിപ്പിച്ചാലും, ഒരുപക്ഷെ ഭർത്താവ് അവളെ വേദനിപ്പിച്ചാലും, അതത് സൗജഹ, രണ്ടുപേരും പിണങ്ങിക്കഴിയുമ്പോൾ, പെണ്ണേ
ഭർത്താവിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് അവളുടെ കൈ ഭർത്താവിന്റെ കൈകളുമായി ചേർത്ത് പിടിച്ച് ഫതഖൂലു അവൾ പറയണം ലാ അദൂഖു ഗംളൻ ഹത്താ തർളാ എന്റെ പൊന്നിക്ക എന്നോട് മിണ്ടുന്നത് വരെ എനിക്ക് പൊരുത്തം തരുന്നത് വരെ എന്നോട് പൊറുക്കുന്നത് വരെ എന്നെ തൃപ്തിപ്പെടുന്നത് വരെ ഞാൻ ഒരു തുള്ളി വെള്ളം കുടിക്കുകയില്ല ഒരു പിടി ഭക്ഷണം കഴിക്കുകയില്ല എന്ന് പൊരുത്തം വാങ്ങുന്ന ഒരു ഭാര്യയുണ്ടെങ്കിൽ അവൾ സ്വർഗ സ്ത്രീയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യമാർ പൊരുത്തം വാങ്ങണം. ഭർത്താവിനോടാ പോയി പൊരുത്തം ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഭർത്താവ് നിന്നെ തെറി പറഞ്ഞു, അല്ലെങ്കിൽ ഭർത്താവ് നിന്നെ ആക്ഷേപിച്ചു, ഭർത്താവ് നിന്നെ അടിച്ചു, എന്നാലും നീ തിരിച്ചിങ്ങോട്ട് അടിച്ചു, അങ്ങനെ സംഭവിക്കാമല്ലോ. നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ട്, നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ സംഭവം. ഇങ്ങോട്ട് അടി കിട്ടും നമ്മൾ പുറത്തുനിന്ന് പറയോ പള്ളിയിലൊന്ന് പറയോ? സഹിക്ക വയ്യാതാവുമ്പോഴാണ്, വിറക് പടി കൊണ്ട് അടി കിട്ടുമ്പോഴാണ് പള്ളിയിലൊന്ന് കത്ത് കൊടുക്കുന്നത്, എനിക്ക് അവളെ ഒഴിവാക്കി തരണമെന്ന്. അതുവരെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ പോകും. സഹിക്കാൻ കഴിയില്ല അതിൽ അവർ ചിലപ്പോൾ. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ കാണും, അറിയാൻ പാടില്ല. എങ്ങനെ ആയാലും പൊരുത്തം വാങ്ങേണ്ടതാരാ? സഹോദരിയാണ്. പൊരുത്തം ചോദിക്കണം. കൈ എടുത്തിട്ടാ കൈയോട്ട് ചേർത്ത് പിടിക്കണക്ക, പൊരുത്തപ്പെടണേക്ക, മാപ്പാക്കണേക്ക, ഇനി മേലെ അങ്ങനെ ഞാൻ ഒന്നും പറയില്ലേക്ക, എനിക്ക് പൊരുത്തം തരണേക്കാന്നും പറഞ്ഞ് അവള് പറയണം ഇനി വെള്ളം ഞാൻ കുടിക്കൂല, ഭക്ഷണം കഴിക്കൂല, ഞാൻ വെള്ളം കുടിക്കാൻ ഭക്ഷണം കഴിക്കാൻ ചെയ്യണമെങ്കിൽ ഇക്ക എനിക്ക് മാപ്പ് ചെയ്യണം എന്ന് പറയുന്ന ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഇവിടെ വല്ല ഉണ്ടെങ്കിൽ പോകുമ്പോ ഇക്കാടെ കൈക്ക് പിടിച്ചോണ്ട് വീട് വരെ പോയിക്കോ, അപ്പൊ റാഹത്താവും. അതെന്താന്നറിയാ, ഞാൻ വീഴാതിരിക്കാൻ പിടിച്ചത്, അല്ലാതെ പൊരുത്തം വാങ്ങാൻ പിടിച്ചതല്ല ഉസ്താദേ. അത് വേണേ നടക്കും. ഇവിടെ കൈ കുണ്ടും കുഴിയൊക്കെ അല്ലേ, ചരക്കി പോകാതിരിക്കാൻ. വീണാൽ നമുക്കല്ല ഇടങ്ങ, നാളെ പൊക്കിയെടുത്തോണ്ട് പോകേണ്ട ആശുപത്രി. ഒന്നാമതേ പൈസ ഇല്ല, ഇനി അതിന്റെ ഡിസ്ക് വളഞ്ഞെന്നും പറഞ്ഞ് ഇനി അതിന് ആശുപത്രി കാശുണ്ടാക്കാൻ പോട്ടെ. അപ്പൊ ഒന്ന് പിടിക്കുമ്പോ ഒന്ന് മുറുക്കം പിടിച്ചോ, വഴുതി വീഴാതിരിക്കട്ടെ, ഒരു കൂലി കിട്ടും. അല്ലാതെ കണ്ടിപ്പോ അങ്ങനെ ഒരു ബർക്കത്തിന് വേണ്ടി പാപം പൊറുക്കപ്പെടാനും സ്നേഹം കൂടാനും കൈക്ക് പിടിച്ചോണ്ട് പോകുന്ന നല്ലതാണെന്ന് നബിതങ്ങൾ പറഞ്ഞു. വാത് കഴിഞ്ഞ് പോകുമ്പോ നമ്മുടെ പെണ്ണുമ്പിള്ള എന്ന് പറഞ്ഞ് വേറെ ആരെയും കൈക്ക് കയറി പിടിക്കാൻ നിൽക്കേണ്ട സംഭവം. പിടിക്കുമ്പോൾ എന്തൊരു പരുവരപ്പ് വ്യത്യാസം ഉണ്ടല്ലോ. നമ്മുടെ പെണ്ണുമ്പിള്ള സ്പോഞ്ചാന്നല്ലത് വ്യത്യാസം, പെട്ടെന്ന് പിടിക്കാനും പറ്റൂലോ. അല്ലാഹു റസൂൽ പറഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ പിടിച്ചാൽ അവരുടെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ പാവങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം അവരുടെ പിടുത്തത്തിൻ്റെ സ്നേഹം അതാണ്. പക്ഷെ നമ്മൾ പിടിക്കുന്നില്ലല്ലോ, അല്ലേ? ശരി തന്നെയാണ്. ഭാര്യയും ഭർത്താവിൻ്റെ കയ്യിൽ ഒരു സിമ്മി കവറും കൊടുത്ത് ഒരു കയ്യിൽ കുഞ്ഞിനെയും കൊടുത്ത് എവിടെയിട്ടാ പിടിക്കുക? പിന്നെ പെണ്ണിൻ്റെ അവള് കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് സിമ്മി കവർ നോക്കി, ഇയാൾ പിറകിൽ മൊബൈലിൽ ചാറ്റിക്കൊണ്ട് ബസ് വരുന്നോ നോക്കിയിട്ട്, ബസ് ഇപ്പോൾ വരും, എടീ പെട്ടെന്ന് പാടി ബസ് വരുന്നു. ഈ പഹയൻ ആ സിമ്മി കവർ പിടിച്ചൂടെ? ആ കീസ് എടുത്ത് ഇവന് പിടിച്ചൂടെ? അല്ല കുട്ടിയെങ്കിലും പിടിച്ചൂടെ? അപ്പൊ ചില പെണ്ണുങ്ങളൊക്കെ പോകുന്ന കാണാം, ഭയങ്കര രസമാണ്. പിന്നെ ഇതിനകത്ത് ഇടയ്ക്ക് എങ്ങനെ ഈ കൈ കയറി പിടിക്കുന്നത്? പിന്നെ പെടലിക്ക് പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഒരു പിടി പിടിക്കുന്നുണ്ട്, അതിനു വേണ്ടി പിടിക്കും. അതുകൊണ്ട് സ്നേഹത്തോടു കൂടി കൈകൾ പിടിച്ചാൽ പാവങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ സഹോദരി, നീ അങ്ങോട്ട് പോയിട്ട് പൊരുത്തം വാങ്ങണം, നീ പൊരുത്തം കൊടുക്കണം. ആയിഷ ഖദീജ റളിയല്ലാഹു തആല അന്ന പൊരുത്തം ചോദിക്കുകയാണ്. ഇന്നി ഖാസിറുൻ ഫീ ഹഖിക ഫഅഫ്നി യാ റസൂലല്ലാഹ്, പൊരുത്തം തരണേ നബിയേ. നബി തങ്ങൾക്ക് അത് കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം 25 വർഷ കാലയളവിൽ ഒരു കുറവും നബി തങ്ങൾക്ക് ചെയ്തിട്ടില്ല ഖദീജ ബിബി. അതാ രസം, ഒരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിനോട് ആ ഖദീജ ബിവിയെ പൊരുത്തം ചോദിച്ചപ്പോൾ നബി തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉടനെ അള്ളാഹുവിന്റെ റസൂൽ എടുത്ത വായിൽ പറഞ്ഞു, ഹാശാ വകല്ലാ മാ റഅയ്തു മിൻക തഖ്സീറാ. ഖദീജ, നീ അങ്ങനെ പറയരുത്, നിന്നിൽ നിന്ന് ഞാൻ ഇന്നേ വരെ ഒരു ന്യൂനതയും കണ്ടിട്ടില്ല. ഇല്ല ഖദീജ, അങ്ങനെ പറയരുത്. നബിതങ്ങൾക്ക് കണ്ണ് നിറഞ്ഞു പോയി, നമുക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ആ ഒരു വാക്ക്. അതാണ് സ്നേഹം അബീവേ, അങ്ങനെ സ്നേഹം. നമ്മളൊക്കെ ഭാര്യ മരിക്കാറായി കിടക്കുമ്പോഴും ഇക്ക വല്ലതും പൊരുത്തം തരണ, ഇക്ക ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നീക്ക് അറിയാതെ പാത്തുമ്പോൾ നീ എനിക്ക് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, നീ അങ്ങനെ കരയില്ല, നീ അങ്ങനെ പറയില്ല, നീ മരിക്കൂല, നീ അങ്ങനെ മരിക്കുന്ന പറയാതെ. അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഭർത്താവ് ഉണ്ടോ? അങ്ങനെയൊക്കെ പറയുന്നൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ എന്താ, ആ പെണ്ണുങ്ങൾക്ക് ഭാര്യയുടെ അസുഖം തന്നെ പെട്ടെന്ന് മാറും. പെട്ടെന്ന് ചിലപ്പോൾ ചാടി എഴുന്നേറ്റ് വരും. അപ്പോൾ ഇവൻ വിഷമിക്കും, പടച്ചവനെ വേണ്ടാരണം പോകുന്ന വിചാരിച്ചത്, അതാ എഴുന്നേറ്റ് വീണ്ടും വന്നു.
ഇയാളിത് പോയ വേറെ ചെറുവർണ്ണത്തിനെ കെട്ടാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു. സംഭവം മാറിപ്പോയി സംഭവം. ഇപ്പൊ ഈ അടുത്ത സമയത്ത് പത്രത്തിൽ കണ്ടായിരുന്നു, ഒരു ഇമാമ് മയ്യത്ത് കുളിപ്പിച്ച്, ആ മയ്യത്ത് എഴുന്നേറ്റ് കുളിപ്പിച്ചോണ്ടിരുന്നപ്പോ എഴുന്നേറ്റ് വന്നു. ഇത് കണ്ടോണ്ട് ഇമാമ് മരിച്ചു. ഇതാ കിടക്കുന്നത്. പിന്നെ ഞാൻ തോന്നാ അപ്പൊ ഇയാളെ ഇയാളെ കബറടക്കാൻ വേണ്ടി കുഴിച്ച കബറിൽ ഇമാമിനെ കബറടക്കി. വാർത്ത വായിച്ചില്ലേ 2 ദിവസം മുമ്പ്? സ്ഥലം എവിടെയാന്ന് പറഞ്ഞു. വിദേശത്ത്. ഇവിടെ അല്ല, വിദേശത്താണ്. അല്ലാഹു അക്ബർ. പടച്ചപ്പെട്ടതുള്ള മരണത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പൊരുത്തം വാങ്ങണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാം? സഹോദരിയുടെ ദുആ സ്വീകരിക്കൂല, നിസ്കാരവും സ്വീകരിക്കൂല. ഭാര്യയും ഭർത്താക്കന്മാരും ഇപ്പൊ ചില കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ മാറി നിൽക്കുന്നവരുണ്ട്. ഭാര്യയുടെ വീട്ടില്, ഭർത്താവിന്റെ വീട്ടില്. ഈ രണ്ടുപേര് നിസ്കരിക്കുന്നുണ്ട്. ഈ രണ്ടുപേരുടെ നിസ്കാരവും അവരുടെ തലയ്ക്ക് മീതെ മുകളിലോട്ട് ഉയരുകയില്ല, മുകളിലോട്ട് പോകൂല സംഭവം. അതേപോലെ ഒരു ഹദീസ് തുറക്കട്ടോ, ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള ഒരു ഹക്ക് ഒന്ന് മനസ്സിലാക്കണം. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിക്കുകയാണ്, ഏതെങ്കിലും ഒരു ഭാര്യ തുസല്ലി ലി റബ്ബിഹാ, തന്റെ റബ്ബിന് വേണ്ടി അവൾ നമസ്കരിക്കുകയാണ്, വതദൂലു നഫ്സിഹാ, അതിനുശേഷം തനിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്, സുമ്മ തദൂ ലി സൗജിഹാ, പിന്നീട് തന്റെ ഭർത്താവിന് വേണ്ടി അവൾ ദുആ ചെയ്യുകയാണ്, ലൻ തുഖ്ബൽ സലാത്തുഹാ, അവളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല, ഹത്താ തദൂ ലി സൗജിഹാ സുമ്മ തദൂ ലി നഫ്സിഹാ. നമസ്കാരം കഴിഞ്ഞ ഉടനെ ഭാര്യമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി ആദ്യം ദുആ ചെയ്യണേ, പിന്നീട് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി ദുആ ചെയ്യണേ. ആദ്യം ദുആ ചെയ്യേണ്ടത് ഇക്കാക്ക് വേണ്ടിയിട്ടാണ്. ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാതെ ഏതെങ്കിലും ഒരു ഭാര്യ ആദ്യം തന്റെ ശരീരത്തിന് വേണ്ടി ദുആ ചെയ്തതിനു ശേഷം രണ്ടാമത് ഭർത്താവിന് വേണ്ടി ദുആ ചെയ്താൽ ലം തുഖ്ബൽ സലാത്തുഹാ, അവളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അതാണ് മനസ്സിലാക്കേണ്ട. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കടമ ബന്ധങ്ങൾ ഒരുപാടുണ്ട്. ഭർത്താവും ഭാര്യ തമ്മിലുള്ള ബന്ധങ്ങൾ മാത്രം സംസാരിക്കണം, അതൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ആദ്യം ദ്വാരക്കേണ്ട, അല്ലാഹ് എന്റെ ഇക്കാക്ക്, വാപ്പാക്കുമല്ല ഉമ്മാക്കുമല്ല, പടച്ചവനെ എന്റെ ഇക്കാക്ക് ആഫിയത്ത് കൊടുക്കണേ, ആരോഗ്യം കൊടുക്കണേ. അല്ലാഹുവേ എന്റെ തടിക്ക്, എന്റെ വാപ്പാക്ക്, എന്റെ ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കണേ, ആരോഗ്യം കൊടുക്കണേ. എത്ര വലിയ ഹക്കാണ് നമ്മുടെ ഇക്ക, എത്ര വലിയ ഹക്കാണ്, വലിയ ബന്ധമാണത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വൽ മർഅതു, ഒരു പെണ്ണ്, ബാത്തത്ത്, അവൾ രാത്രി ഉറങ്ങാൻ കിടക്കുകയാണ്, വസൗജുഹാ അലൈഹാ സാഖിത്തുൻ, ഭർത്താവ് അവളോട് കോപത്തിലാണെങ്കിൽ, മോളെ നിന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുകയില്ല. മൂന്നാമത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, വഖവാനി മുതസാരിമാൻ, വഴക്കടിച്ച് മിണ്ടാതെ നടക്കുന്ന 2 കൂട്ടുകാരുണ്ടല്ലോ, അവരുടെ നമസ്കാരങ്ങൾ അവരുടെ തലയ്ക്ക് മീതെ ആകാശത്തേക്ക് ഒരു ചാൺ പോലും ഉയരുകയില്ല. വഴക്കടിച്ച് കിടക്കുന്നവർ, ആ 2 കൂട്ടർ, 2 പേര്, 2 ഗ്രൂപ്പുകാർ, അവരുടെ നമസ്കാരം തലയ്ക്ക് മീതെ ഒരു ചാൺ പോലും ഉയരുകയില്ല, ഒരു ചാൺ പോലും ഉയരുകയില്ല. ഒരു അതാണ് മിണ്ടാ നടക്കുന്നവരുടെ കുഴപ്പം, മിണ്ടാ നടക്കുന്നവരുടെ കുഴപ്പം അതാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തുഫ്തഹു അബ്വാബുൽ ജന്നത്തി യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്, എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും എല്ലാ തിങ്കളാഴ്ച രാവുകളിലും തിങ്കളും വ്യാഴവും ദിവസങ്ങളിലാണ് സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുക. ഫയുഗ്ഫറു ലഹുമാ ഫയുഗ്ഫറു ബിഹിമാ ലികുല്ലി അബ്ദിൻ മുഅ്മിനിൻ, ഓരോ സത്യവിശ്വാസികൾക്കും ആ 2 ദിവസത്തിൽ അല്ലാഹു മാപ്പ് ചെയ്തു കൊടുക്കുമത്രേ. ഇല്ലാ കാനത്ത് ഇല്ലാ റജുലൻ ബൈനഹു വ ബൈന അഖീഹി ഷഹനാ, പരസ്പരം വഴക്കടിച്ച് മിണ്ടാതെ നടക്കുന്ന 2 കുടുംബക്കാരാരാണോ, 2 സുഹൃത്തുക്കൾ ആരാണോ, അവർക്ക് അല്ലാഹു ആ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. ആ സ്വർഗത്തിൽ അവർക്ക് അല്ലാഹു അനുവാദം നൽകുകയില്ല. ആ ദിവസത്തിൽ അവരുടെ പാപങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്യുകയില്ല. ഫയുഖാലു, പറയുകയാ, ഉള്ളുറൂ
മലക്കുകളോട് അല്ലാഹു പറയുകയാ, മലക്കുകളെ ഇവരുടെ ഫയലുകൾ നിങ്ങൾ വലിച്ചെറിയണേ. അവർ പരസ്പരം ഒന്ന് മിണ്ടട്ടെ, പരസ്പരം ഒന്ന് സലാം പറയട്ടെ, എങ്കിൽ അവരുടെ ഇബാദത്തുകൾ ഞാൻ സ്വീകരിക്കാം. ഇല്ല എങ്കിൽ അവരുടെ ഇബാദത്തുകൾ ഞാൻ സ്വീകരിക്കുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പരസ്പരം വഴക്കടിച്ചിടക്കുന്ന രണ്ടുപേരുടെ അമലുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയില്ല. സ്വർഗത്തിന്റെ വാതിൽ വ്യാഴം തിങ്കൾ, യൗമൽ ഇസ്നൈൻ തിങ്കളാഴ്ച ദിവസം, യൗമൽ ഖമീസ് വ്യാഴാഴ്ച ദിവസം തുറക്കും. ആ ദിവസത്തെ സ്വർഗത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. പക്ഷെ വഴക്കടിച്ച് മിണ്ടാതെ നടക്കുന്ന, ബന്ധം നിലനിർത്താത്ത കുടുംബക്കാർ, സുഹൃത്തുക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല, അല്ലാഹു പുറത്തു കൊടുക്കൂല, അല്ലാഹു പുറത്തു കൊടുക്കൂല. لا يحل للمسلم أن يهجر أخاه فوق 3 أيام. ഒരു സത്യവിശ്വാസിനിക്കും 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിക്കഴിയൽ അനുവദനീയമല്ല. 3 ദിവസം 3 ദിവസം വരെ വേണമെങ്കിൽ മിണ്ടാതെ നടക്കാം. അതുവരെ അള്ളാഹു നോക്കൂ മിണ്ടുന്നുണ്ടോ ഇല്ലയോ. 3 ദിവസം കഴിഞ്ഞു 3 ദിവസം കഴിഞ്ഞു ഇവ മിണ്ടിയില്ല എങ്കിൽ ഫൈദാ റഫിഅ അമലുൽ മുതസാരിമൈൻ ഫൗഖ 3 അയ്യാമിൻ റുദ്ദാ. 3 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ കർമ്മങ്ങളുടെ രേഖകൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിയാൽ റുദ്ദാ തള്ളപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വേണ്ടാതെ 3 ദിവസത്തുള്ളിൽ മിണ്ടിക്കോ. 3 ദിവസത്തിന് മോളിൽ പോയാൽ അത് സ്വീകരിക്കൂല. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ, അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അതുകൊണ്ട് ബന്ധങ്ങൾ നിലനിർത്തണം. ബന്ധങ്ങൾ ബന്ധനങ്ങളാകാൻ പാടില്ല. ബന്ധങ്ങൾ നിലനിർത്തണം. ദുആ സ്വീകരിക്കൂല, റഹ്മത്ത് കിട്ടൂല. നമ്മുടെ കുടുംബത്തിൽ എന്താ ഈ പ്രശ്നം മാറാത്തത്? എന്താ പ്രശ്നം മാറാത്തത്? പറഞ്ഞു തരാം. എന്താ പ്രശ്നം മാറാത്തത്? ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഇതേപോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആ സദസ്യരോട് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടാത്തതും കുടുംബത്തിൽ പ്രശ്നം മാറാത്തതിന്റെയും കാരണം എന്തെന്ന് പറഞ്ഞുതരട്ടെ. പറഞ്ഞുതരാം. എന്താ ഹബീബേ, ബക്കറ്റൂര് ഉണ്ടോ? ഉണ്ടോ? ആ ബക്കറ്റൂര് ഉണ്ടോ? എന്തിനാവൻ രണ്ട് പേരെന്താ? ചെറുക്കൻ്റെ പേര് ഷംനാസ്. ആ ചെറുക്കൻ പെണ്ണ് കെട്ടുന്നില്ല. ഉടച്ചവനെ ഒരു പെണ്ണ് കെട്ടാൻ എല്ലാവരും ഒന്ന് ദ്വാരക്കണം കേട്ടോ. കുറെ നാളുകൊണ്ട് ചില ചെറുപ്പക്കാരന്മാർക്ക് എത്ര ദുആയിരുന്നാലും ഫലിക്കും. ഈ പറഞ്ഞ പോലെ ആകാശത്തിലോട്ട് ഉയരുന്നില്ല. എന്താ സംഭവം ഒന്നും അറിയുന്നില്ല. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പേർക്ക് ദുആറുന്നുണ്ട്. ചിലർക്കൊക്കെ നടക്കുന്നത്, ചിലർക്ക് നടക്കുന്നില്ല. എന്താണെന്നറിയില്ല. അപ്പൊ ഈ ചെറുക്കനെ നിങ്ങൾക്കൊരു എങ്ങനെയെങ്കിലും ചേർന്നൊരു പെണ്ണിട്ട് കൊടുക്കണം. എല്ലാവരോടും രക്ഷപ്പെട്ട് പോട്ടെ. ബക്കറ്റ് വിരിവൊക്കെ ഉണ്ടോ? ആ എടുത്തോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. ഓ അതൊക്കെ ഇവിടെ ഇരുന്നുണ്ട്. അതൊക്കെ നാളെ മറ്റന്നാളെ പുസ്തകങ്ങളുണ്ട്. തേനെല്ലാം കച്ചവടം നടക്കും. അൽഹംദുലില്ലാഹ്. ബക്കറ്റ് ഇടാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അവളെ ദുആ സ്വീകരിക്കുന്നതിന്റെ കാരണങ്ങളാണ് പറഞ്ഞത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് ഒരു 3 സ്വലാത്തിലേക്ക് കാപ്പി കൊടുക്കുന്നില്ല. കാപ്പി ഇല്ലേ? നാളെ ഇന്നില്ല. ഓ കാലാവസ്ഥ ഇന്ന് മാറിപ്പോയി പോലും. അപ്പൊ ഇനി കാലാവസ്ഥ നാളെ മാറാതെ വരുന്നുണ്ടായിരിക്കും. മഴയില്ലാത്തതുകൊണ്ടായിരിക്കും കാപ്പി ഇല്ലാത്തത്. ഈ ചങ്ങാതിമാർ കാപ്പി ഉണ്ടെന്ന് എൻ്റെ അടുത്ത് അവൻ പറഞ്ഞ എന്തിനാ? നീ പിശുക്കാൻ പാടില്ല. ഒരു കാപ്പി കൊടുത്തൂടെ? എങ്ങൾക്ക് കൊണ്ടുപോവാ ബക്കറ്റ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 3 സ്വലാത്തിലേക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ഈ സ്വലാത്തിന്റെ ബറക്കത്തുകൊണ്ട് സദസ്സിനെ നീ സ്വീകരിക്കണേ പടച്ചവൻ. അല്ലാഹുവേ ലൈലത്തു ശഅബാൻ, അല്ലാഹുവേ ഈ ശഅബാനിന്റെ രാവിൽ ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ. അല്ലാഹ് ഞങ്ങളുടെ കൈവശം എന്തെങ്കിലും അപാകതകൾ ന്യൂനതകളുടെ നീ മാപ്പ് ചെയ്യണേ പടച്ചവൻ.
ഞങ്ങളുടെ ബന്ധങ്ങൾ നീ നിലനിർത്തി തരണേ പടച്ചവൻ. രോഗങ്ങളെ ശിഫയാക്കണേ പടച്ചവൻ. ഞങ്ങളുടെ സദഖകളെ സ്വീകരിക്കണേ റഹ്മാനെ. ആപത്തുകൾ, അപകടങ്ങൾ, ബലാ മുസീബത്തുകളെ നീ തട്ടിക്കളയണേ പടച്ചവൻ. ഈ മജ്ലിസിന്റെ ബർക്കത്തുണ്ട്, ഇൽമിന്റെ ബർക്കത്തുണ്ട്, ഈ ദിവസത്തിന്റെ രാവിന്റെ ബർക്കത്തുണ്ട് പടച്ചവനെ. അല്ലാഹുവേ, ഈ സദഖകൾ ചെയ്യുന്ന ഓരോ വ്യക്തികളെയും അല്ലാഹ് നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണേ അല്ലാഹ്, മോചിപ്പിക്കണേ അല്ലാഹ്, മോചിപ്പിക്കണേ അല്ലാഹ്. കഠിനമായ ചൂട്, ഈ ചെറിയ ദുനിയാവിലെ ചൂട് സഹിക്കാൻ കഴിയാത്ത ഞങ്ങൾക്ക് ആ നരകത്തിന്റെ ചൂട് ഞങ്ങൾ എങ്ങനെ സഹിക്കും പടച്ചവനെ? നീ ഞങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കണേ റഹ്മാനെ. അതിന് ഞങ്ങൾ ചെയ്യുന്ന ഈ സദഖയും ഈ ദുആയും ഈ പരിശുദ്ധ ശഅബാനിന്റെ രാവിൽ സബബാക്കി നീ മാറ്റണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ആ നിയ്യത്തിൽ ബിസ്മില്ലാഹ് പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു നല്ലൊരു തുക ഇതിനകത്ത് ഇടുക. എല്ലാവരും ഇടുക കേട്ടോ. ഇതെന്താ സംഭവം? ദുആ ആർക്കാണുള്ളതാ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, പലരും പല ലോകത്തിലുള്ള ഇൻഷാ അല്ലാഹ് അതൊക്കെ ചെയ്യാം. നമ്മളെ ഈ ബക്കറ്റ് എടുക്കുന്ന സമയം കൊണ്ട് ഈ ബക്കറ്റിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം. നാളെ നാളെ ബഹുമാനപ്പെട്ട റിയാസ് മന്നാനി ഉസ്താദ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാ വന്നത്. അദ്ദേഹം ഉണ്ട് ഇവിടെ. മറ്റേനാൾ അബൂ റബി ഉസ്താദ്. അൽഹംദുലില്ലാഹ് എല്ലാവരും നല്ല പ്രാസംഗികന്മാരാണ്. എല്ലാവരും എന്നെക്കാളും നല്ല പ്രസംഗിക്കുന്നവരാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇച്ചിരി കുഴപ്പം. അതുകൊണ്ടാണ് എന്നെ ആദ്യത്തെ ദിവസം ഇട്ടത്. ഉദ്ഘാടന ദിവസം ഇടുന്ന ആളെല്ലാം ഇച്ചിരി കുഴപ്പമുള്ള ആൾക്കാരാണ്. കാരണം ഇന്ന് ആള് കൂടാൻ വേണ്ടിയിട്ട് നമ്മളെ വെച്ച് പണിയെടുപ്പിക്കും. എന്നിട്ട് നാളെ മുതൽ ആള് കൂടും. അപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ നല്ല പരിപാടികൾ നടക്കും ഇൻഷാ അല്ലാഹ്. വളരെ ത്യാഗം സഹിച്ച് നമ്മുടെ ചെറുപ്പക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. 26 മഹല്ലുകളിൽ നോട്ടീസൊക്കെ കൊണ്ടുപോയി. പണ്ടൊക്കെ എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഈ വാളൊക്കെ കേൾക്കാൻ പോകണമെന്ന്. ഇപ്പോൾ ആളുകൾ വാള് കേൾക്കാൻ വരുന്നില്ല. ഉരുൾമുട്ടൊന്നും പേടിച്ചിട്ട് വരുന്ന വഴിയിലെങ്ങാനും മണ്ണിടിഞ്ഞെങ്ങാനും വീണാലേ അവൻ്റെ ഒടുക്കത്തെ വാളായിരിക്കും അത്. അതുകൊണ്ട് ഇപ്പോൾ ആരും വാള് കേൾക്കാൻ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ ഈ പ്രചാരം ഒന്നും ചെയ്യാതെ സ്വന്തം മഹല്ലിൽ തന്നെ വാള് നടത്തി ഉള്ള സഹോദരങ്ങളെ വിളിച്ചിരുത്തി വാള് നടത്തിക്കലാണ് ഏറ്റവും വലിയ ഹയർ. ചിലവ് കുറഞ്ഞിരിക്കും. ചെറിയ 2-3 മൈക്കും വെച്ച്. ഇതിപ്പോൾ ഇവനെ നമ്മൾ അവിടുന്ന് വിളിച്ച് വരുത്തി മൂവാറ്റുപുഴ എന്നൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കോതമംഗലത്ത് നിന്ന് കൊണ്ടുവന്ന് ഈ താഴെ നീ കയറ്റമൊക്കെ കയറി വന്ന് ഇവനൊക്കെ എത്ര പൈസ കൊടുക്കണം? ലൈവുകാരനെയും കൊണ്ടുവന്ന് ഇവനൊക്കെ വലിയ പൈസ കൊടുക്കണ്ടേ? വലിയ ചിലവള്ള ഇരിക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ചെറിയ സദസ്സ് മതി. ഇത് തന്നെ മതി. അൽഹംദുലില്ലാഹ് ഇത് തന്നെ മതി. വലിയ ബർക്കത്താണ് ഈ ചെറിയ സദസ്സിൽ, വലിയ ബർക്കത്ത്. ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് മുരുക്കം തൊട്ടി ഇല്ലേ, മുരുക്കം തൊട്ടി എന്ന സ്ഥലത്തെ ഒരു പേര്, അവിടെ പോയിരുന്നു. ചെറിയൊരു സദസ്സാണ്. അവിടെ ഒരു മദ്രസ കെട്ടണമെന്ന് പറഞ്ഞു. അന്ന് മഴയുമായിരുന്നു. അൽഹംദുലില്ലാഹ് എനിക്ക് തോന്നുന്നു ഇത്രയും കുറച്ച് ആളുണ്ടായിരുന്നു തോന്നുന്നു. ഇത്രയും എന്തായാലും ഒരു 3 ലക്ഷത്തോളം രൂപ അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട്. അതും ആദ്യത്തെ ദിവസമാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ കുഴപ്പക്കാരി ആദ്യത്തെ ദിവസം വെക്കുന്നത്. ഞാൻ ഉദ്ഘാടന ദിവസം അവിടെ 3 ലക്ഷത്തോളം രൂപ അള്ളാഹിനെ തൗഫീഖ് ചെയ്ത് അവിടെ കിട്ടി. മദ്രസയുടെ കാര്യത്തിനാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഇപ്പോൾ ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ഒരു കിണർ കുഴിക്കാൻ റിങ് ഇറക്കാൻ വേണ്ടി സഹായിച്ചു അല്ലേ? പിന്നെ വേറെ എന്തൊക്കെ സഹായം ചെയ്തല്ലോ. ബാത്റൂം, പുതിയ ബാത്റൂം. പണ്ട് ഇവിടെ വന്നപ്പോൾ ഒരു ബാത്റൂമിൽ പോകാൻ വേണ്ടി കയറിയപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഇത് അവസാനത്ത് ഇടിഞ്ഞ് താഴെ പോകുന്നു. ഇപ്പോൾ ഹൈടെക് ബാത്റൂമായി മാഷാ അല്ലാഹ്. നല്ല റാഹത്തായൊരു ബാത്റൂമൊക്കെ വന്നു നമുക്ക്. അൽഹംദുലില്ലാഹ് പള്ളി ഇത്തിരി. പിന്നെ നമുക്കിപ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മസ്ജിദിൽ ആളുകൾ ഇപ്പോൾ കൂടുന്നുണ്ട്. വെള്ളിയാഴ്ച ഒക്കെ ഇപ്പോൾ ഈ വെളിയിലാണ് ആളുകൾ ഇരിക്കുന്നത്. റമദാൻ മാസം ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നവരുണ്ട്. സുബഹിക്കൊക്കെ ഇവിടെ ഈ ടാക്സി ഡ്രൈവർമാർ ഇവിടെ ഉറങ്ങുന്നത് എന്തെന്നറിയാം, രാവിലെ സുബഹിസ്കരിക്കാൻ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ ഗസ്റ്റുകളെ കൊണ്ടുവരുന്നവരൊക്കെ സുബഹിസ്കരിക്കാൻ വേണ്ടി ഇവിടെ കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതം തന്നെയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും നിങ്ങളെ നാട്ടുകാർ നിങ്ങളുടെ മസ്ജിദിന് വേണ്ടി ചെയ്ത സദഖ അല്ലാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. അതൊക്കെ നമ്മുടെ ആഖിറത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ഒരു വഴിയാക്കി അല്ലാഹുവിനെ തുറന്നു കൊടുക്കണേ പടച്ചവനെ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചെറിയ ഒരു സദഖ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ഉസ്താദന്മാർ ചോദിക്കും. ഒരു വലിയൊരു പിരിവായി വിഷമമായി കരുതേണ്ടത്. കിട്ടുന്നതല്ല അള്ളാന്റെ മാർഗത്തില, വേറെ ആർക്കും അല്ല, നമുക്കൊന്നും കൊണ്ടുപോകാനല്ല, ഒന്നിനുമല്ല. അപ്പോൾ നമ്മുടെ ഈ മസ്ജിദിന്റെ മുകളിൽ ഒരു ഷീറ്റ് അടിച്ചിട്ട് ഒരു ചെറിയ ഒരു ഉഡായിപ്പിൽ ഒരു കെട്ടിടം പണിയാം. ഒരു മറച്ചിട്ട് ഒരു ഷീറ്റ് അടിച്ച് അൽഹംദുലില്ലാഹ് ജുമുഅക്ക് നിസ്കരിക്കാൻ വരുന്നവർക്കും റമദാൻ മാസത്തിലൊക്കെ ആൾ കൂടുമ്പോഴും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാഹ് ഉപകാരപ്പെടുന്ന തരത്തിൽ ഒരു കുറഞ്ഞ ചെലവിൽ ഒരു 3-4 ലക്ഷം രൂപ ആവും അല്ലേ? 3-4 ലക്ഷം രൂപ ആവും അല്ലേ?
8 ലക്ഷം രൂപ എന്നൊക്കെ ആയിക്കോട്ടെ, എന്നാലും ചിലപ്പോൾ അഡ്ജസ്റ്റൊക്കെ ചെയ്താലൊക്കെ കുറയും. എന്നാലും അൽഹംദുലില്ലാ അടിമാലിയിലൊക്കെ ഒരുപാട് പേര് സഹായിക്കും. ഒരുപാട് ചില ആജിയാക്കന്മാരും ഒക്കെ ഉണ്ട്, ഏലക്ക കച്ചവടക്കാരുണ്ട്. എല്ലാവരും പിരിവന്നെ പല പള്ളി ഇപ്പം ഞങ്ങളുടെ തിരുവനന്തപുരത്ത് തന്നെ നിങ്ങളുടെ ഈ പള്ളിക്ക് വേണ്ടി എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഈ ചങ്ങാതി ഒരുത്തന്നെ ഇവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി അവനെ നമ്പരും മേടിച്ച് വെച്ചിട്ട് പിന്നെ എപ്പോഴും വിളിയാ ജോലി. ഇക്ക റിങ് ഇറക്കണം, ഇക്ക വരണം, ഇക്ക കക്കൂസ് പണിയാണ്, ഇക്ക ഒരു ഡോറ് കക്കൂസിൻ്റെ പണിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ ഷംനാസ് എന്ന് കേട്ട അവന് പേടിയായിപ്പോ. അപ്പം അങ്ങനെ അൽഹംദുലില്ലാ എന്നാലും ഒരുപാട് പേര് സദഖ അവിടുന്ന് ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാ. പിന്നെ ഞാനും ഈ പറയുന്നത് പോയി നിങ്ങൾ ഈ ചെറിയൊരു മഹലിൽ ഈ ചങ്ങാതി വിളിച്ചിട്ട് ഇങ്ങനെ കരയും, സാധാ എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞു കൊടുത്ത് എന്തെങ്കിലും ഒരു ഇൻഷാ അല്ലാഹ് നമ്മളും ആ ഉദ്ദേശത്തിലാണ് വരുന്നത്. അൽഹംദുലില്ലാ നമുക്കറിയാമല്ലോ ഇവിടെ എത്ര പേര് കൂടുമെന്നുള്ളതും. എന്നാലും ആ വിളിക്ക് ഉത്തരം നൽകി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. നമ്മളെല്ലാവരും ഒത്തുപിടിച്ചാലും അലയും പോരൂ എന്ന് പറയുന്ന പോലെ ഇന്ന് ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഒരു നിയ്യത്തെടുത്താലേ ഇൻഷാ അല്ലാഹ് ഈ ശഅബാനിന്റെ രാവിൽ അടുത്ത വർഷത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു ചെറിയ ഒരു കൂര, ഒരു ഷീറ്റ് ഇട്ട് നമുക്കത് റാഹത്താക്കി എടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ 3-4 ലക്ഷം 5 ലക്ഷം 6 ലക്ഷം ഒക്കെ വരും. അതൊക്കെ മാക്സിമം കുറച്ച് തന്നെ നമ്മളിത് ചെയ്യും. നല്ല മനോഹരമായ രീതിയിൽ നമ്മൾ ഇവിടെ പിന്നെ വലിയ ചൂടൊന്നും ഇല്ലാത്തത് കൊണ്ട് അൽഹംദുലില്ലാ ഷീറ്റ് മതി. പിന്നെ ഒന്ന് റൂഫൊക്കെ ഒന്ന് നല്ല റാഹത്താക്കി ഒന്ന് അടിച്ചു പൊടിച്ച് വൃത്തിയാക്കിയാൽ അത് മതിയാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ഒരു അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഒരു പിരിവിന് ഒരു തുടക്കം കുറിക്കാം. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് സഹായിച്ചു കൊടുത്താൽ മതി. ബർക്കത്തായിട്ട് നല്ല നിയ്യത്തോടുകൂടി അൽഹംദുലില്ലാ നല്ല മനസ്സോടുകൂടി നിങ്ങളിപ്പോൾ നാളെ തന്നെ കൊടുക്കണ്ട, മറ്റന്നാളെ കൊടുക്കണ്ട, ഇൻഷാ അല്ലാഹ് കുറേശ്ശെ ഇല്ലേ കടങ്ങൾ കടങ്ങൾ ഇനിയുണ്ട് ഇതിനകത്ത്. എല്ലാം കൂടെ ഇതിനകത്ത് തീർക്കും. ഈ സീറ്റിന്റെ പേരും പറഞ്ഞ് പൈസ പിരിച്ച് പള്ളിയുടെ കടമൊക്കെ ഇതിനകത്ത് അങ്ങ് തീർക്കുക. അങ്ങനെ തന്നെ പള്ളിയുടെ കടവുമായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ പള്ളിക്ക് കടം വെച്ചുകൊണ്ട് നമ്മളിവിടെ നിസ്കരിക്കുന്നത്. അങ്ങനെ ചെറിയ പാവപ്പെട്ടവരല്ലേ. അള്ളാഹു നമ്മളെ അദാബുകളെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ 6000-ൽ പരം ആയത്തുകളാണ്. ഞാനിപ്പോൾ ഈ നിങ്ങൾ ഈ സാധുക്കളായ നിങ്ങളോട് ഒരു 6666 ചോദിച്ചാൽ നിങ്ങൾ തരുമെന്നെൻ്റെ മനസ്സ് പറയുന്നു. കാരണം എന്ന് പറഞ്ഞാൽ സാധുക്കളാണ്. പക്ഷെ ഞാൻ ഈ മുരുക്കൻ തൊട്ടിയിൽ ചോദിച്ചപ്പോൾ ഒരു 10 പേരോളം പറഞ്ഞു. അൽഹംദുലില്ലാ വലിയ സന്തോഷമായിപ്പോയി. പിന്നെ 10 രൂപ പറഞ്ഞു, പിന്നെ 15,000 പറഞ്ഞു, പിന്നെ 4444 ചോദിച്ചൊക്കെ തന്നു. മനസ്സിന് വലിയ സന്തോഷം. ചെറിയ സദസ്സാണെങ്കിലും വലിയ വിശാലമായ മനസ്സുകൾ. അൽഹംദുലില്ലാ അവർക്ക് വലിയ സന്തോഷമായി, നമുക്കും വലിയ സന്തോഷമായി. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു എൽമിൻ്റെ സദസ്സിൽ ഒരു ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്നൊരു സദസ്സല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ മസ്ജിദിൻ്റെ ആ ചെറിയ കടങ്ങളടക്കം തീർന്ന് നമ്മുടെ ഈ പണിക്ക് ഒരു റാഹത്ത് കിട്ടാൻ വേണ്ടി സഹോദരിമാരെ സഹോദരങ്ങളെ നല്ല നിയത്തോടെ ഈ പാവപ്പെട്ട അള്ളാഹുവിൻ്റെ ഈ വീട് ഇതിനെ ഒന്ന് സഹായിക്കാൻ ഈ ശഅബാനിന്റെ രാവിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് കൈപൊക്കി ഒരു 6666 ഒരു 4444 ഇഖ്ലാസോടെ ഈമാനോടുകൂടി ഒന്ന് എഴുന്നേറ്റ് പറഞ്ഞ് അവരുടെ മനസ്സിൽ ഒരു നിയത്ത് വെച്ചോളി. അല്ലാഹ് നിന്റെ മസ്ജിദിന് ഒരുപാട് കൊടുത്തിട്ടുണ്ട്, എന്നാലും ഇൻഷാ അല്ലാഹ് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ജുമാക്ക് ഇൻഷാ അല്ലാഹ് ആളുകൾ വരട്ടെ. നമ്മുടെ മയ്യത്ത് നാളെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ പൈസകളും ഈ സദഖകളെല്ലാം വിളിച്ചു പറയും. ഈ കടങ്ങളൊക്കെ തീർത്ത നിന്റെ ഖബർ വിശാലമാണ്, സന്തോഷമാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു സന്തോഷകരമായ ഒരു ഖബറാക്കി ഒരു മയ്യത്താക്കി നമ്മുടെ മയ്യത്ത് മാറണമെന്നുള്ള നല്ല ഉദ്ദേശത്തോടെ നിയത്തോടെ ബിസ്മിയും പറഞ്ഞ് ഒരാൾ തുടക്കം കുറിച്ചാൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. ആ സലാത്ത് ഒരാൾ പറയുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു സലാത്ത് ചൊല്ലും. നമ്മളെല്ലാവരും ആ പേർക്ക് അദ്ദേഹത്തിന് വേണ്ടി ചൊല്ലുന്ന റൗളയിലേക്ക് എത്തും. അതിൻ്റെ ബർക്കത്ത് അദ്ദേഹം അൽഹംദുലില്ലാ അദ്ദേഹം ഒരു നല്ല ഒരു തുക ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ പടച്ചവരെ ഒരു സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട്, പക്ഷെ അതിങ്ങനെ തുറന്നു പറയാം. അൽഹംദുലില്ലാ അദ്ദേഹം ഒരു നല്ല നിയത്തോടു കൂടി അത് ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹുവേ ചെയ്യാം ഇൻഷാ അല്ലാഹ് നല്ല മനസ്സോടുകൂടി. അല്ലാഹുവേ പടച്ചവനെ ശഅബാനിന്റെ രാവാണ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ശഅബാനിന്റെ രാവാണ്, ഖബൂലാക്കണേ അല്ലാഹ്.
അല്ലാഹുവേ ശഅബാനിന്റെ രാവിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന എത്രയോ നിന്റെ ദാസന്മാരിൽ നിന്ന് ഈ സാധുവായ മനുഷ്യനെയും കുടുംബത്തെയും അല്ലാഹുവേ അവരോടൊപ്പം ഞങ്ങളെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. പടച്ചവരെ നീ സഹായിക്കണേ അല്ലാ, സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ ആ സഹോദരന്റെ കുടുംബക്കാരുടെ അല്ലാഹുവേ മയ്യത്ത് കൊണ്ടുവരുന്ന സമയത്ത് അഹിലം വസഹല എന്ന് ആ ഖബർ മാടി വിളിക്കുന്ന മയ്യത്താക്കണേ റബ്ബേ. ദുർമരണം നീ നൽകല്ലേ അല്ലാ. ക്യാൻസർ പോലുള്ള മാരകമായ രോഗം നൽകല്ലേ അല്ലാ. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കുടുംബത്തില് കച്ചവടത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അടുത്ത ആരാവിസ്യം പറഞ്ഞു നല്ല നീയത്തോടു കൂടി കിട്ടുന്ന ചാൻസ് ഷഅബാനിന്റെ രാവിൽ. സഹോദരിമാരെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അടുത്താര കൈപൊക്കും. അവിടെ ഒന്ന് ചോദിച്ചു നോക്കി, ഒന്ന് അങ്ങോട്ട് ഇറങ്ങി. KSRTC ഡ്രൈവർ യാത്രയെല്ലാം റാഹത്തിലാക്കട്ടെ, ഉറക്കം വരാതെ അല്ലാഹ് സഹായിക്കട്ടെ, അപകടങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹ് ഖുലു തക്ബീർ. അവിടെ കൈപൊക്കി, അവിടെ കൈപൊക്കി. അല്ലാഹുവേ പടച്ചവനെ ഒരു സ്വലാത്ത് ചൊല്ല്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഹബീബായ തങ്ങളുടെ റൗളയിലേക്ക് ഈ സ്വലാത്തിനെ നീ ഈ സദസ്സിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതിന്റെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. പടച്ചവനെ കുടുംബത്തിന്റെ പ്രശ്നങ്ങള്, മനോദുഃഖങ്ങള്, വിഷമങ്ങള് മാറ്റണേ അല്ലാഹ്. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പടച്ചവനെ ആ കുടുംബത്തിൽ നിന്ന് മരിച്ചവരാരാണോ അവരുടെ കബറിടത്തിലേക്ക് അല്ലാഹ് ഈ ശഅബാനിന്റെ രാവിന്റെ ബർക്കത്ത് കൊണ്ട് നീ സ്വർഗ പൂങ്കാവനമാക്കിയ കബറിനെ സംരക്ഷിക്കണേ അല്ലാഹ്. നരകത്തിന്റെ വാതിൽ കൊട്ടിയടയ്ക്കണേ റബ്ബേ.